ഹായ്. ഇന്ന് നമ്മുടെ കാലവർഷം അല്ലെങ്കിൽ മൺസൂൺ എങ്ങനെ ഉണ്ടാകുന്നു എന്നതിൻ്റെ ഒരു ശാസ്ത്രീയ വിശദീകരണം നൽകുന്നതിന് വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. മോസം, അതായത് അറബിക് വാക്കിൽ നിന്നാണ്, മോസം എന്ന പദത്തിൽ നിന്നാണ് മൺസൂൺ എന്ന ഒരു പദം ഉണ്ടായിരിക്കുന്നത്. എന്തുകൊണ്ടാണ് അറബി പദത്തിന് വരാൻ കാരണം അറബികൾ നമ്മുടെ ഇന്ത്യയുമായിട്ട് വളരെ കാലം മുമ്പ് തന്നെ വ്യാപാരം നടത്തിയിരുന്നു. അപ്പോൾ അവർക്ക് പായ്ക്കപ്പലിലാണ് ഇങ്ങോട്ട് വരേണ്ടത്. അപ്പോൾ പായ്ക്കപ്പൽ വരണമെങ്കിൽ അവർക്ക് കാറ്റിൻ്റെ ഗതി കൃത്യമായി അറിയണം. അവർ വളരെ മുമ്പേ മനസ്സിലാക്കിയിട്ടുണ്ട്, ഈ ഏപ്രിൽ, മെയ്, ജൂൺ കാലഘട്ടത്തിൽ കാറ്റ് കൃത്യമായിട്ട് കിഴക്കോട്ടേക്കാണ് വീശുന്നത്. കിഴക്കോട്ടേക്ക് വീശുക എന്ന് പറയുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അറബിയയിൽ നിന്ന് ഉള്ള കാറ്റ് കിഴക്കോട്ടേക്ക്, ഇന്ത്യയിലേക്ക്, ആ ഭാഗത്തേക്ക് വീശും. അപ്പോൾ കൃത്യമായിട്ട് പായ്ക്കപ്പൽ അവർക്ക് ഓടിച്ചു കൊണ്ടുപോകാൻ കഴിയും. അപ്പോൾ അതിന് പറഞ്ഞ പേരാണ് വാണിജ്യവാദങ്ങൾ അല്ലെങ്കിൽ ട്രേഡ് വിൻഡ് എന്ന പേര്, അങ്ങനെയാണ് പറഞ്ഞത്. ഇത് നമ്മുടെ കാലവർഷത്തെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് നമുക്ക് നോക്കാം. ഇത് നമ്മുടെ ഭൂമിയെ കരുതുമ്പോൾ ഇത് ഭൂമധ്യരേഖാ പ്രദേശം. ഈ ഭൂമധ്യരേഖാ പ്രദേശം സൂര്യരശ്മി ലംബമായി പതിക്കുന്നതുകൊണ്ട് അതിശക്തമായി ചൂടാണ്, പ്രത്യേകിച്ച് കടലിൻ്റെ ഭാഗത്ത്. അപ്പോൾ അവിടെയുള്ള വായു വികസിച്ച് മുകളിലോട്ട് പോകുമ്പോൾ ഇവിടെ മർദ്ദം കുറയും, വായുമർദ്ദം കുറയുന്നു. അപ്പോൾ വായുമർദ്ദം കുറയുമ്പോൾ നമുക്കറിയാം, ഇത് ദക്ഷിണാർദ്ധഗോളം, ഇത് ഉത്തരാർദ്ധഗോളം. ഇവിടെ നിന്ന് തണുത്ത വായു ഇങ്ങോട്ടേക്ക് വരും, എന്തായാലും സ്വാഭാവികമായിട്ട് വരും. അതേപോലെ തന്നെ ഇവിടെ നിന്നും താഴെ നിന്നും തണുത്ത വായു ഇങ്ങോട്ടേക്ക് വരും. അപ്പോൾ എന്ത് സംഭവിക്കുന്നു എന്ന് നോക്കാം. ഭൂമി കൃത്യമായിട്ട് കറങ്ങുകയാണ്, അല്ലേ? ഇങ്ങനെ കറങ്ങുമ്പോൾ ഈ ഭൂമധ്യരേഖാ പ്രദേശം ഒരു മണിക്കൂറിൽ 1670 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്നു. എന്നാൽ ധ്രുവം 0 സ്പീഡാണ്. കാരണം ഇവിടെ നിന്ന് മുകളിലോട്ട് എന്ന് വെച്ചാൽ ഉത്തരാർദ്ധ ധ്രുവത്തിലേക്ക് എത്തുമ്പോഴേക്ക് വേഗത കുറഞ്ഞു വരും. വേഗത കുറയാന്ന് വെച്ചാൽ ദൂരം കുറയുന്നതിനനുസരിച്ച്, കാരണം 24 മണിക്കൂർ തന്നെയാണ് മൊത്തം വേണ്ടത്, പക്ഷേ ദൂരം കുറയുന്നതിനനുസരിച്ച് വേഗത കുറയും. അപ്പോൾ ഇവിടെ ഏറ്റവും വേഗതയായിരിക്കും. അപ്പോൾ ഇവിടെ നിന്ന് കാറ്റ് നമ്മളെ ദക്ഷിണാർദ്ധഗോളത്തിൽ നിന്നും, അതായത് പ്രധാനമായിട്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിന്നും ഭൂമധ്യരേഖ കടന്നിട്ട് ഇങ്ങോട്ടേക്ക് കടക്കുന്ന കാറ്റ് ഈ ഭൂമധ്യരേഖയിലെത്തുമ്പോൾ ഹൈ സ്പീഡിലെത്തുന്നു. ഈ ഹൈ സ്പീഡ് ഒരിക്കലും ഇവർക്ക് താങ്ങാൻ കഴിയില്ല, ഫ്രിക്ഷൻ കൂടും, അതിൻ്റെ ഘർഷണം കൂടും. അപ്പോൾ എന്ത് ചെയ്യും? ഘർഷണം കുറയ്ക്കാൻ വേണ്ടിയിട്ട് വേഗത കുറഞ്ഞതിലേക്ക് പോകും. വേഗത കുറഞ്ഞതിലേക്ക് ഇങ്ങനെ പോകുമ്പോൾ അത് എങ്ങോട്ടേക്ക് വേഗത കുറയ്ക്കാൻ വേണ്ടിയിട്ട് അത് നേരെ നമ്മുടെ പറയുമ്പോൾ വലത്തോട്ടേക്ക് നീങ്ങും. ഇവിടെ നിന്ന് വലത്തോട്ടേക്ക് നീങ്ങും. ഇങ്ങനെ ആ വേഗത കുറയ്ക്കാൻ വേണ്ടി ഇവിടെ എത്തുമ്പോഴേക്കും അത് വലത്തോട്ടേക്ക് നീങ്ങും. ഇതിനെയാണ് നമ്മൾ പറയുന്നത് കോറിയോലിസിസ് ഫോഴ്സ്. ഈ കോറിയോലിസിസ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ അത് യഥാർത്ഥത്തിൽ ഒരു ഘർഷണ ബലത്തെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് അത് തന്നെ ചെയ്യുന്ന ഒരു പ്രവർത്തനമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ നിന്നും കൃത്യമായിട്ട് ഭൂമധ്യരേഖയിലെത്തേണ്ട കാറ്റ് അവിടെയാണ് പെയ്യേണ്ടത്. പക്ഷെ എന്ത് ചെയ്യുന്നു? അത് ഈ ഘർഷണം കുറയ്ക്കാൻ വേണ്ടിയിട്ട് മുകളിലോട്ടേക്ക് വരികയും കോറിയോലിസിസ് ഫോഴ്സ് കൊണ്ട് വലത്തോട്ട് ചരിഞ്ഞ് അത് നേരെ നമ്മുടെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലേക്ക് കടക്കുകയും ചെയ്യും. അപ്പോൾ അതാണ് നമ്മൾ അന്തമാൻ ദ്വീപ സമൂഹത്തിൽ നിന്ന് അവിടെ നിന്ന് ഇങ്ങനെ ഇന്ത്യൻ അത് കറങ്ങി അതടാ ഇങ്ങനെ വന്ന് ആ ഒരു വലത്തോട്ടേക്ക് നീങ്ങുകയാണ്. ഇതിനെയാണ് കോറിയോലിസിസ് ഫോഴ്സ് എന്ന് പറയുന്നത്. എന്നാൽ ദക്ഷിണാർദ്ധഗോളത്തിലോ നേരെ വിപരീതം. കാരണം നമ്മുടെ ഉത്തരാർദ്ധഗോളത്തിൽ നിന്ന് വരുന്ന കാറ്റ്, പക്ഷെ ഇവിടെയൊക്കെ കരപ്രദേശമായതുകൊണ്ട് അത് വലിയ സ്വാധീനമില്ല. അതെന്ത് ചെയ്യുന്നു? നേരെ ഇതിൻ്റെ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ സ്പീഡ് കുറയ്ക്കാൻ വേണ്ടി അത് ഇടത്തോട്ടേക്ക് ചെരിയും. അപ്പോൾ ഇതിലാണ് നമ്മൾ കോറിയോലിസിസ് ഫോഴ്സ് എന്ന് പറയും. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നീരാവി നിറഞ്ഞ ഈ ഒരു കാറ്റ് നമ്മുടെ ഈ കേരള തീരത്ത് ആദ്യം എത്തുന്നു. കാരണം നമ്മളാണ് ഇവിടെ കര ആദ്യം ഉള്ളത്. അപ്പോൾ കേരള തീരത്തെത്തുന്നു. അവിടെ നമുക്ക് അനുകൂലമായി വരുന്നത് ഈ കാറ്റ് നമ്മുടെ സഹ്യൻ്റെ ഭാഗത്ത് തട്ടുമ്പോൾ അവ നേരെ അവിടെ നിന്ന് ഉയരുന്നു. അവിടെ അപ്പുറത്തേക്ക് കടക്കാൻ കഴിയാത്തതുകൊണ്ട് നേരെ ഉയർന്നിട്ട് നേരെ മുകളിലോട്ട് പോകുമ്പം നിങ്ങൾക്കറിയാം താപനില കുറയും. അപ്പോൾ താപനില കുറയുകയും അത് മഴയായിട്ട്
പേര്. കാരണം മേഘമാണ് ഇവിടെ വരുന്നുള്ളൂ, പക്ഷെ മഴയായി മാറണമെങ്കിൽ അതിൻ്റെ സാഹചര്യം വേണം. ആ സാഹചര്യം ഉണ്ടാക്കുന്നത് നമ്മുടെ സഹ്യപർവ്വതമാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് മഴ കിട്ടുന്നു. അത് പിന്നീട് സഞ്ചരിച്ച് ഇങ്ങനെ വളഞ്ഞ് പോയിട്ട് ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങൾ കൂടെ ആസാമിൽ കൂടിയൊക്കെ പോയിട്ട് നേരെ ഉത്തര ധ്രുവത്തിലേക്ക് പോകും. അപ്പോൾ അപ്പോഴത്തേക്കെല്ലാം വെള്ളമൊക്കെ ആവിയാവും, അത് തീർന്നിട്ടുണ്ടാവും. ഇതാണ് കോറിയോലിസ് ഫോഴ്സ്, നമ്മുടെ മൺസൂൺ ഉണ്ടാകും. അത് കൃത്യമായിട്ട് നടക്കുന്ന ഇത് നമ്മുടെ ചൂടാണ് ഇതിൻ്റെ കാരണം. ഈ മർദ്ദം കുറയുന്നതുകൊണ്ട് ആ കോറിയോലിസ് ഫോഴ്സിൻ്റെ ഫലമായിട്ടാണ് നമുക്ക് കൃത്യമായിട്ട് മൺസൂൺ കിട്ടുന്നത്. അപ്പോൾ ഇതെല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. ഓക്കേ.